ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആയതിനാൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലായിരിക്കാം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുടെ ഉള്ളിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വണ്ണമുള്ള വലിയ ഒരു ദുഃഖം അവരുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടാവും. ഞാനിത് പറയുമ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് മലയാളിയായിട്ടുള്ള നേഴ്സായിട്ടുള്ളൊരു പെൺകുട്ടി കാനഡ ദേശത്തെത്തി. അവളുടെ വലിയ സ്വപ്നമായിരുന്നു കാനഡയിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതം തുടങ്ങിയതാണ്. പക്ഷേ എന്നും കഷ്ടപ്പാടും പീഡകളും. ജോലി ശരിയായിട്ടില്ല, അവിടുത്തെ ജീവിതാവസ്ഥ മൊത്തം തകരാറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത വണ്ണം സ്കാറ്റേഡായിപ്പോയി, ചെതറിപ്പോയ ഒരു ജീവിത അനുഭവമായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇവള് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എന്നോട് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയരുത്, കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല കാരണം അച്ഛൻ അറിയത്തില്ല, അതുപോലെ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പുറത്തൊരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത വണ്ണം അങ്ങേയറ്റ ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക മേഖല മാത്രമല്ല, എനിക്കൊരു അമ്മയായി ജീവിക്കാൻ ഇവിടെ ഈ കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥ, മൊത്തത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥ. അപ്പം ഈ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തകർച്ചകളിലൂടെ, ഈ ഞെരുക്കത്തിലൂടെ ഈ സാത്താൻ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം മുഴുവൻ ചോർത്തിക്കളയും. ഞാനിത് ഒരു ഒറ്റപ്പെട്ടൊരു സംഭവത്തെക്കുറിച്ചല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ തിരിച്ചറിയേണ്ട ഒരു ആത്മീയ മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ഞെരുക്കം ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് ദുഃഖം കടന്നു വരും, നിരാശ കടന്നു വരും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അച്ഛാ ഞാൻ എത്ര സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണെന്നറിയോ, അച്ഛാ എന്തോരം സ്വപ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്നറിയോ, അതെല്ലാം നഷ്ടപ്പെട്ടു, അതെല്ലാം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു സുന്ദരമായ വചനം, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് അനുഗ്രഹമാകുന്ന വചനം, അത് യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് യോന ചാപ്റ്റർ 2 വേഴ്സ് 2. യോനായുടെ ഒരു പ്രാർത്ഥനയുണ്ട്. യോനായുടെ പ്രാർത്ഥന ഒന്ന് ബൈബിൾ ഒന്ന് തുറന്ന് വായിച്ചേ. നല്ല വചനമാണ്. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കാം. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞാൻ ഈ പെൺകുട്ടിയോട് യോനായെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ആദ്യമൊന്നും അച്ഛൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറയരുത്, ഇനി അധിക നാൾ അച്ഛനെ ഞാൻ ഫോൺ വിളിക്കുമെന്നില്ല, കാരണം അത്രമേൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല എന്ന് തുടങ്ങി എല്ലാം നെഗറ്റീവ്. ഇതിൻ്റെ ഒത്ത നടുവിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, നീ അധികം പ്രാർത്ഥിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കുഞ്ഞു കാര്യം ചെയ്യാമോ, ഒരു പേപ്പറിൽ ഈ വചനം ഒന്ന് എഴുതിയെടുക്കണം. ഇവിടെ ഈ വചനം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനം ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് നീ കിടക്കുന്ന സ്ഥലത്ത് അത് ഒട്ടിച്ചു വയ്ക്കൂ. യോനായുടെ പ്രവചനം 2-ാം അധ്യായം 2-ാം തിരുവചനം, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു,
അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നമുക്ക് വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്കുത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്നും ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു വചനം, എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമുണ്ടല്ലോ, നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് നടുവിൽ വലിയൊരു പ്രകാശം നിറയും, ശാന്തത നിറയും, സ്വസ്ഥത നിറയും, സ്വസ്ഥത നിറയും. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞ ഈ കുഞ്ഞ് ടിപ്പാണ്. ഇവിടെ ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ചെയ്യാൻ പറ്റിയ കുഞ്ഞൊരു ടെക്നിക്കാണ്. വചനം എഴുതി വെച്ച് ആ വചനം ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മേൽ കർത്താവിൻ്റെ കൃപ കിട്ടും. ഇത് ഞാനൊരു സാക്ഷ്യം പോലെ പറയാൻ കാരണം, ഇന്നലെ ആ പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം, അച്ഛാ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെ നന്നായി കിടന്നുറങ്ങി. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങാൻ വേണ്ടി ഉറക്ക ഗുളിക വരെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട വന്ന ഗതികേടിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു പെൺകുട്ടി പറയുവാണ്, അച്ഛാ ഞാനൊരു വചനം എഴുതി വെച്ച് ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സ്വസ്ഥത. എന്താണെന്നറിഞ്ഞുകൂടാ, എനിക്ക് വലിയൊരു സ്വസ്ഥത, എനിക്ക് നല്ല ഉറക്കം കിട്ടി, എനിക്ക് നല്ല ഉറക്കം കിട്ടി. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തെന്നറിയോ? നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ കർത്താവിനോട് നമ്മുടെ ആവലാതികൾ പറയുന്നു. കർത്താവേ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, കർത്താവേ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ആരോട് പറയുന്നു? കർത്താവിനോട് പറയുന്നു. ദേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്ക് ചെയ്യാവുന്ന ഒരു കുഞ്ഞു കാര്യം എന്നാണെന്നറിയോ? നമ്മളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളോട് പറയണം എന്ത്? എനിക്കൊരു കർത്താവുണ്ട്. പ്രശ്നങ്ങളോടല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം, നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ വന്നിട്ട്, ദൈവമേ എനിക്ക് ഇന്ന പ്രശ്നം, ഇന്ന കടബാധ്യത, ഇന്ന ദുഃഖം, ഇന്ന വിഷമം, ഇന്ന സങ്കടം, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് പകരം ചെയ്യേണ്ടത്, തമ്പുരാനെ ഇതാ അങ്ങയുടെ മുമ്പിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഈ ബലം സ്വീകരിച്ച വ്യക്തി എന്ത് ചെയ്യണമെന്നറിയോ? ഏത് പ്രശ്നത്തോടും പറയണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. വലതുകര ഉയർത്തി വെച്ചത് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവമേ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. പറഞ്ഞേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ കാഞ്ഞിരപ്പള്ളി അമല എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു വലിയൊരു ശുശ്രൂഷ മേഖലയാണ് നാടക ശുശ്രൂഷ. അവർക്ക് നാടകമുണ്ട്. അവരുടെ കഴിഞ്ഞ വർഷത്തെ നാടകമാണ് തച്ചൻ എന്ന് പറയുന്ന വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള നാടകം. അതിസുന്ദരമായിട്ടുള്ളൊരു നാടകമാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലും കാണാൻ അവസരം കിട്ടിയാൽ കാണണം. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചുള്ളൊരു നാടകമാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല മേഖലകളിൽ വായിക്കുന്നുണ്ട്. ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്ന ഔസേപ്പിതാവ് എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തതകളൊക്കെ ഉള്ളതാണ്. ഈ ഔസേപ്പിതാവിനെ കുറിച്ച് ഈ നാടകത്തിൽ അവതരിപ്പിക്കുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം, ജീവിതത്തിലെ അങ്ങേയറ്റം സ്ട്രഗിള്, ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യനുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, എൻ്റെ ദൈവമേ. ഈ വിളിയുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര വിളിയാ. ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ നാടകത്തിലൊരു കഥാപാത്രമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ജീവിതത്തിൻ്റെ അങ്ങേയറ്റം ഞെരുക്കം, അങ്ങേയറ്റം ഞെരുക്കം. ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ വലതുകര നെഞ്ചിൽ വെച്ചുകൊണ്ട് നാടകത്തിലെ കഥാപാത്രമായിട്ടുള്ള ഔസേപ്പിതാവ് ഇങ്ങനെ ആകാശത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് പറയും, എൻ്റെ ദൈവമേ. വലതുകര നെഞ്ചത്തോട്ട് വെച്ച് എന്നിട്ടൊന്ന് പറഞ്ഞ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ശ്രദ്ധിച്ചോ, നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏതൊരു വിഷയത്തിന്റെ മുമ്പിലും നമ്മൾ പറയേണ്ട കാര്യം,
ആ പ്രശ്നങ്ങളോട് പറയണം, എനിക്കൊരു ദൈവമുണ്ട്, ആമേൻ. എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബാറൂക്കിന്റെ പുസ്തകം, ഒരു കുഞ്ഞു പുസ്തകമാണ് പഴയ നിയമത്തിലെ ബാറൂക്കിന്റെ പുസ്തകം, 4-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം. ബുക്ക് ഓഫ് ബാറൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 30. 4-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം. ബൈബിൾ ഉള്ളവരും തുറന്നേ. നല്ല വചനമാണ്, കുഞ്ഞു വചനമാണ്, പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റിയ വചനമാണ്. വചനം എന്താണെന്നറിയാവോ? ജെറുസലേമേ ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നിനക്ക് ആശ്വാസമരുളും. ആമേൻ. ആമേൻ. കണ്ടോ, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. നീ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. ഇത് വലിയൊരു വാഗ്ദാനമാണ്. ഈ ശുശ്രൂഷ അവസരത്തിൽ ഇത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ അതെത്ര വലിയ കുഴിക്കകത്താണെങ്കിലും ഈ വചനം ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ സ്വസ്ഥത, സമാധാനം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കും. നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പ്രാർത്ഥന, അത് യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. കഷ്ടതകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 33 വേഴ്സ് 2. യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. കണ്ടോ, ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം. എന്നിട്ട് നിങ്ങളുടെ മക്കളോട് ഈ വാക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെയൊക്കെ ഞെരുക്കത്തിൻ്റെ നടുവിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ജെൻസി പിള്ളേര്, പുതിയ തലമുറയിലെ പിള്ളേർക്കൊരു കുഴപ്പമുണ്ട്. അവർക്കൊന്നും പിടിക്കാനൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അന്താളിപ്പാണ്. അവരുടെ ഈ നടപ്പ് മാത്രമേ ഉള്ളൂ. അവരുടെ ഈ നടപ്പും രൂപവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ എന്തൊരു നടപ്പാണ്. ആ നടപ്പ് മാത്രമേ ഉള്ളൂ. ഒരു പ്രതിസന്ധി വന്നാൽ അവർക്കൊന്ന് പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും കയ്യിലില്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. അതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത്, പലതരത്തിൽ അവർ പെരുമാറാൻ തുടങ്ങുന്നത്, ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട വലിയൊരു കൃപ ഈ വചനത്തിൻ്റെ കൃപ കൊടുക്കണം. എടാ മകനെ, നിനക്കൊരു പ്രതിസന്ധി വന്നാൽ നിനക്ക് ആശ്രയിക്കാൻ ദേ ഈ വചനം. എന്നിട്ട് ആ മകന് വേണമെങ്കിൽ എഴുതി കൊടുക്കുക, മകൾക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കുക. നമ്മൾ തന്നെ ഈ വചനം പലതവണ പറഞ്ഞ് പ്രാർത്ഥിക്കുക. യെശയ്യായുടെ പ്രവചനം വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം. ഇതെന്നും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു കുഞ്ഞു പ്രാർത്ഥനയാണ്. യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവേ, കർത്താവേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുഞ്ഞു പ്രാർത്ഥനയാണ്, പക്ഷേ നമ്മളിത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയും. ഇന്നു മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, കർത്താവിനോട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടതല്ല, മറിച്ച് എന്ത് ചെയ്യണം? പ്രശ്നങ്ങളോട് പറയണം, എനിക്കൊരു കർത്താവുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഏത് ഞെരുക്കവും അതിനെ മനസ്സിൽ കാണണം. ചില സാമ്പത്തിക പ്രതിസന്ധികളിൽ വിഷമിക്കുന്നവരുണ്ട്, കുടുംബത്തിലെ ചില രോഗപീഠകളിൽ വിഷമിക്കുന്നവരുണ്ട്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, എന്നെ ആർക്കും ഇനി സഹായിക്കാൻ പറ്റില്ല എന്ന് വിഷമിക്കുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് ചിന്തിക്കുന്നവർ, ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങൾ ചെന്നു,
ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, പഠന മേഖല മുന്നോട്ട് നീങ്ങുന്നില്ല, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർ, നാട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങി വിദേശ രാജ്യങ്ങൾ ചെന്നു, അത് കടം തിരിച്ച് വീട്ടിൽ തീർക്കാൻ പറ്റുന്നില്ല, വലിയ ഭാരം. ഇനി എങ്ങനെ തിരിച്ചു വരും? ഇവിടുത്തെ എല്ലാ അവസ്ഥയും തീർന്നു, വിസ കാലാവധി തീരാൻ പോകുന്നു, PR കിട്ടുന്നില്ല, അങ്ങനെ തുടങ്ങി അനേക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അതോടൊപ്പം തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, അങ്ങനെ ഉയർത്തിപ്പിടിച്ച് പത്രോസ് വെള്ളത്തിൽ ഇങ്ങനെ താന്ന് പോകുന്നത് പോലെ നമുക്ക് തോന്നും. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ, വെള്ളത്തിലേക്ക്, പ്രശ്നത്തിലേക്ക് ഇങ്ങനെ താന്ന് പോകുന്നത് പോലെ തോന്നും. എന്നാൽ ഉന്നതത്തിൽ നിന്നൊരു കൈ വന്ന് നിന്നെ പിടിക്കും. യേശുവിന്റെ കൈയാണത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. വെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എന്നെ രക്ഷിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്നൊന്ന് വിളിച്ച്, ഈശോയേ എന്നൊന്ന് വിളിച്ച്, വലിയൊരു അഭിഷേകം ചൊരിയപ്പെടട്ടെ, വലിയൊരു കൃപ ചൊരിയപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ, ഓരോ വ്യക്തിയുടെ മേൽ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. ഈശോയേ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഓരോ വ്യക്തിയും വിശ്വസിക്കുക, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവുണ്ട്, ആശയവനിലാണെന്നും. ആശ്വാസമായി യേശുവുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ.